സംസ്ഥാനത്ത് ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിലും തൊഴിലന്വേഷകരുടെ തൊഴിൽക്ഷമത സൃഷ്ടിക്കുന്നതിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കെ-ഡിസ്ക് സംഘടിപ്പിച്ചത്. കെ-ഡിസ്കിന്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാർച്ച് 4-ന് ഇന്നൊവേഷൻ ഡേ 2026 സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികളും തൊഴിലന്വേഷകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. 3 വേദികളിൽ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ശില്പശാലകളും സംവാദങ്ങളുമാണ് ഇന്നൊവേഷൻ ഡേ 2026 സംഘടിപ്പിക്കുന്നത്. 15 സ്റ്റാളുകളിൽ കെ-ഡിസ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളുടെ പ്രദർശനങ്ങളും ഒരുക്കും. വിദ്യാർത്ഥികളും തൊഴിലന്വേഷകരുമായ യുവജനങ്ങൾ ഉൾപ്പെടെ 1000-ലധികം ആളുകളാണ് പരിപാടിയുടെ ഭാഗമാകുന്നത്. 2.5 ലക്ഷത്തോളം പേരെ തൊഴിൽ മേഖലയിൽ എത്തിക്കാൻ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി സാധിച്ചുവെന്ന് ഡോക്ടർ പി.വി. ഉണ്ണികൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിൽ 1,64,107 പേർ നേരിട്ടും 87,994 പേർ നോർക്ക, അസാപ്, കുടുംബശ്രീ, പങ്കാളിത്ത സ്ഥാപനങ്ങൾ എന്നിവയിലൂടെയും പ്ലേസ്മെന്റ് നേടി. 2018 മുതൽ 2026 വരെ കെ-ഡിസ്ക് ഏറ്റെടുത്ത പരിപാടികൾ ജനസമക്ഷം അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ഡോക്ടർ പി.വി. ഉണ്ണികൃഷ്ണൻ. 8 വർഷത്തെ കാലയളവിൽ കെ-ഡിസ്ക് ഏറ്റെടുത്ത പരിപാടികൾ ജനസമക്ഷം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ഇന്നൊവേഷൻ ഡേ എന്നുള്ള പേരിൽ ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. 2ാം തലമുറ വികസന പ്രശ്നങ്ങളാണ് കേരളത്തിലെ വികസന പ്രശ്നങ്ങൾ. ഇതിനെ മുൻനിർത്തിയാണ് ഇന്നൊവേഷൻ എക്കോസിസ്റ്റം, ഇന്നൊവേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി കെ-ഡിസ്ക് മുൻകൈ എടുത്തത്. അഭ്യസ്ത വിദ്യർക്ക് തൊഴിലുറപ്പാക്കുകയും വിജ്ഞാനാധിഷ്ഠിത തൊഴിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനുള്ള മുഖ്യ ജനകീയ ക്യാമ്പയിനാണ് വിജ്ഞാന കേരളം. തൊഴിലും സ്കില്ലിങ്ങും എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്ര സാങ്കേതിക ഇന്നൊവേഷൻ മേഖലയിൽ പുതിയ തലമുറ ഇടപെടലുകളിലൂടെ സംസ്ഥാനത്തെ വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്കും നയിക്കുന്നുണ്ട്. ഇന്നൊവേഷൻ ഡേ 2026-നോടനുബന്ധിച്ച് കിഫ്ബിയുടെ ധനസഹായത്തോടെ സ്ഥാപിക്കുന്ന കേരള ജിനോം ഡാറ്റാ സെന്റർ ഉദ്ഘാടനം, ആരോഗ്യവകുപ്പിന് വേണ്ടി തയ്യാറാക്കിയ ജീവധാര പോർട്ടലിന്റെ ഉദ്ഘാടനം, വിജ്ഞാന കേരളം, കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പാക്കുന്ന സ്വാതന്ത്ര്യമിത്രം, സ്കിൽ അറ്റ് കോൾ എന്നീ പരിപാടികളുടെ ഉദ്ഘാടനവും നടക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.